ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. നമ്മൾ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, അതായത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസീൻ്റെ ടോട്ടലാണ്. അപ്പോൾ ഇനി മീഡിയൻ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെ, അവിടെ സിഗ്മ എഫ് മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ളടക്ക് എന്ത് വരും, എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ n എന്ന് വരും. ഓക്കെ, നമുക്ക് ഇക്വേഷൻ അവിടെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ ഓഫ് ഫാമിലീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് 0 1 2 3 4 5 6. നമ്പർ ഓഫ് ഫാമിലീസ് 0 ചിൽഡ്രൻ ഉള്ള എത്ര ഫാമിലീസ്, അപ്പോൾ ഇതാണ് എന്ത് ഫ്രീക്വൻസി. 1 ചൈൽഡ് ഉള്ള 82 ഫാമിലീസ്, അങ്ങനെ 6 കുട്ടികളുള്ള 2 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻസി ഉണ്ട്, എക്സും ഉണ്ട്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഈ 2 കോളമാണ് ഉള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ് എന്ത്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് എക്സിൻ്റെ ടോട്ടൽ. അപ്പോൾ എഫ് എക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഇൻറ്റു എക്സ്, 0 ഇൻറ്റു 171, 1 ഇൻറ്റു 82, 2 ഇൻറ്റു 50, 3 ഇൻറ്റു 25 അപ് ടു 6 ഇൻറ്റു 2. അങ്ങനെ ഇതെല്ലാം ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക, ദാറ്റ് ഈസ് 356 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എക്സ് മൈനസ് ഈ ഒരു നമ്മുടെ എക്സ് ബാർ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എഫ് എക്സിൻ്റെ ടോട്ടൽ 356 എന്ന് കിട്ടി. എഫിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ എൻ, ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 350 ആണ്. അപ്പോൾ 356 ബൈ 350 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടിയത്, 1.02 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ മീൻ എക്സ് ബാർ. ഇനി നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അടുത്ത കോളം എന്താണ്, എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 മൈനസ് 1.02, 1 മൈനസ് 1.02, 2 മൈനസ് 1.02, 3 മൈനസ് 1.02, അങ്ങനെ 6 മൈനസ് 1.02 വരെ ചെയ്യാം. എന്നിട്ട് ആ നെഗറ്റീവ് വാല്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ ചെയ്യാം. അപ്പോൾ മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ ആണ് അടുത്ത കോളം. അപ്പോൾ നെഗറ്റീവ് ഉള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവായിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ 1 മൈനസ് 0.02 എന്ന് പറയുമ്പോൾ 1.02 എന്ന് പറയുമ്പോൾ മൈനസ് 0.02 എന്നാണ് വരിക, അത് പ്ലസ് ആവും. അങ്ങനെ നെഗറ്റീവ് ഉള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആവും. അടുത്ത കോളം എന്താണ്, എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇവിടെ ഡി എന്ന് കൊടുത്താൽ ഡീവിയേഷൻ ഫ്രം മീൻ അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ എഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ ഫ്രീക്വൻസി 171 ഇൻറ്റു 1.02, 82 ഇൻറ്റു 0.02, അങ്ങനെ 50 ഇൻറ്റു 0.98. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂസ് ഇങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ചെയ്യുക, എത്ര കിട്ടും, 351.12 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ്, സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് മൈനസ് എക്സ് ബാർ മോഡുലസ് ആണ്. അപ്പോൾ 351.12 ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 350. അപ്പോൾ നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആണെങ്കിൽ, അപ്പോൾ മീൻ ഡീവിയേഷന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടി 1. മീൻ എത്രയാണ് കിട്ടിയത്, 1.02. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീന് 1 ഡിവൈഡഡ് ബൈ മീന് എത്രയാണ്, 1.02, അങ്ങനെ 0.98 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, നമ്മൾ ഇതൊരു വേറൊരു എക്സാമ്പിൾ ആണ്. വേജസ് തന്നിട്ടുണ്ട്, വർക്കേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് എക്സ് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യം എഫ് എക്സ് ചെയ്യുക, എന്നിട്ട് സിഗ്മ എഫ് എക്സ് ബൈ എൻ, ദാറ്റ് ഈസ് ഇതിൻ്റെ എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 700 കിട്ടും, ഹോൾ ഡിവൈഡഡ് ബൈ 40 കിട്ടും. ഓക്കെ, അതാണ് നമ്മളെ എന്ത്, മീന്. ഓക്കെ, അപ്പോൾ അത് എത്രയാണ്, 17.5 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അതായത്
എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് 17.5 ആണ്. അപ്പോൾ എക്സ് മൈനസ് 5 മൈനസ് 17.5, 10 മൈനസ് 17.5, അങ്ങനെ 25 മൈനസ് 17.5. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത കോളം എന്താണ്? ഈ എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ മോഡുലസ് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് എന്നുള്ളത് വാല്യൂ എന്താവും? പോസിറ്റീവ് ആവും. അങ്ങനെ മോഡുലസ് ചെയ്യുക. അടുത്ത കോളത്തിൽ എന്ത് ചെയ്യുക? എഫ് അല്ലെങ്കിൽ ഫ്രീക്വൻസിനെ നമ്മൾ ഈ അഞ്ചാമത്തെ കോളത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 ഇൻറ്റു 12.5, 6 ഇൻറ്റു 7.5, 8 ഇൻറ്റു 2.5, 12 ഇൻറ്റു 7.5. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഇതേപോലെ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ സിഗ്മ കാണുക, അതായത് ഈ ആറാമത്തെ കോളത്തിൻ്റെ ടോട്ടൽ കാണുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ടോട്ടൽ കാണുമ്പോൾ ഇത്ര വാല്യൂ കിട്ടും, 230. അപ്പോൾ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇതാണ്: സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി. ആൻഡ് കോഫിഷ്യൻ്റ് കാണാനുള്ള ഇക്വേഷൻ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഡിവൈഡഡ് ബൈ മീൻ ആണ്. അപ്പോൾ ഇതിങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ എന്ത് കാണുന്നത്? നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണുന്നത്. ഇനി നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ആദ്യം നമുക്ക് വേജസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആദ്യം 4 വരും, പിന്നെ 6, 4 + 6 10, അങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം എന്താണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മീഡിയൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. സൈസ് ഓഫ് n+1/2th ഐറ്റം ആണ്. ദാറ്റ് ഈസ് എത്ര വരും? നമ്മുടെ ഫ്രീക്വൻസിൻ്റെ ടോട്ടലാണ് n എന്ന് പറയുന്നത്. അപ്പം 40 എന്ന് വരും. 40 + 1/2th ഐറ്റം, ദാറ്റ് ഈസ് 20.5th ഐറ്റം. അത് മീഡിയൻ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നോക്കേണ്ടത്. അതിൻ്റെ നേരെയുള്ള എക്സ് ആണ് നമ്മുടെ മീഡിയൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം എക്സ് മൈനസ് മീഡിയൻ കാണുക. എന്നിട്ട് എഫ് ഇൻറ്റു ഫ്രീക്വൻസിനെ എക്സ് മൈനസ് മീഡിയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതെത്രയാണോ ആൻസർ കിട്ടുക അതിൻ്റെ ടോട്ടൽ എടുക്കുക. ഇതെല്ലാം ടോട്ടൽ എടുക്കുക. അങ്ങനെ 220 കിട്ടും. ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക? സിഗ്മ എഫ്. അപ്പോൾ അങ്ങനെ നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കിട്ടും. അടുത്തതായിട്ട് നമുക്ക് കോഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, ദാറ്റ് ഈസ് 5.5നെ നമ്മൾ നമ്മുടെ മീഡിയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 5.5 ഡിവൈഡഡ് ബൈ 20. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 0.275 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷന് മുന്നേ നമുക്ക് ആദ്യം നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. ക്ലാസ് തന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ 0 to 10, 10 to 20, 20 to 30, അങ്ങനെ 40 to 50 ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മിഡ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ എം ആണ്, അല്ലെങ്കിൽ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 10 + 0/2, 20 + 10/2, 30 + 20/2, 50 + 40/2. അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് മിഡ് പോയിന്റ് കിട്ടും. അടുത്ത നാലാമത്തെ കോളത്തിൽ എഫ് എക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ടൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ ഈ കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ക്ലാസ്, ഫ്രീക്വൻസി, പിന്നെ മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ അതിനുശേഷം എഫ് ഇൻറ്റു എക്സ് ചെയ്യുക, ദാറ്റ് ഈസ് എഫ് എക്സ്. 5 × 5, 15 × 15, അങ്ങനെ 2 × 45 വരെയുള്ളത് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സ് മൈനസ് എക്സ് ബാർ ചെയ്യുക. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നിങ്ങൾ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ടോട്ടൽ. ഓക്കെ, എഫ് എക്സിൻ്റെ ടോട്ടൽ 1150 കിട്ടും. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ 50 കിട്ടും. അപ്പം 1150 ഡിവൈഡഡ് ബൈ 50, അത് എത്ര കിട്ടും? 23 എന്ന് കിട്ടും. ഓക്കെ,
അടുത്ത അഞ്ചാമത്തെ കോളത്തിൽ എക്സ് മൈനസ് എക്സ് ബാർ, അതായത് ഈ എക്സ് വാല്യൂസിൽ നിന്ന് നമ്മുടെ എക്സ് ബാർ ആയിട്ടുള്ള 23 കുറക്കുക. 5 മൈനസ് 23 ദാറ്റ് ഈസ് മൈനസ് 18. 15 മൈനസ് 23 ദാറ്റ് ഈസ് മൈനസ് 8. 25 മൈനസ് 23 2. 35 മൈനസ് 23 12. 45 മൈനസ് 23 22. അങ്ങനെ എക്സ് മൈനസ് എക്സ് ബാർ കിട്ടി. അടുത്ത കോളത്തിൽ മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ കൊടുക്കുക, അതായത് ഈ മൈനസ് ഉള്ളതെല്ലാം എന്താക്കുക, പോസിറ്റീവ് ആക്കിയിട്ട് എഴുതുക. അടുത്ത കോളത്തിൽ എന്ത് ചെയ്യുക, എഫ് ഇൻറ്റു, അതായത് സെക്കൻഡ് കോളത്തിലുള്ള വാല്യൂവിനെ ഈ മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന ഈ ആറാമത്തെ കോളത്തിന് വാല്യൂസ് ആയിട്ട് 5 ഇൻറ്റു 18, 15 ഇൻറ്റു 8, 17 ഇൻറ്റു 2, 11 ഇൻറ്റു 12, 2 ഇൻറ്റു 22 അങ്ങനെ ഓരോ വാല്യൂസും കിട്ടും. എന്നിട്ട് അത് ചെയ്യുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, ലാസ്റ്റ് ടോട്ടൽ ചെയ്യുക. അപ്പം 420 എന്ന് കിട്ടും. നമ്മുടെ മെയിൻ ഡീവിയേഷൻ അബൌട്ട് മീന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ, അതായത് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ടോട്ടൽ, എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ടോട്ടൽ നേരത്തെ ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ്. ഡിസ്ക്രീറ്റിലെ എക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ അതേ ടേബിൾ തന്നെയാണ്, പക്ഷെ ഇതിനകത്ത് നമുക്ക് എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ടി വരും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ടോട്ടല് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ. അപ്പോൾ 420 ഡിവൈഡഡ് ബൈ 50, അങ്ങനെ നമുക്ക് 8.4 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് കോഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്താണ്, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഡിവൈഡഡ് ബൈ മീന്. അപ്പം മീൻ ഡീവിയേഷൻ അബൌട്ട് മീന് നമുക്ക് 8.4 എന്ന് കിട്ടിയിട്ടുണ്ട്, മീന് നമുക്ക് 23 എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻസർ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ആദ്യം നമുക്ക് എക്സ് വാല്യൂ നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത കോളത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. അതായത് 18 ആദ്യം എഴുതുക, 18ൻ്റെ കൂടെ 16 കൂട്ടുക 34, 34ൻ്റെ കൂടെ 15 കൂട്ടുക 49, 49ൻ്റെ കൂടെ 12 കൂട്ടുക 61, അങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. അടുത്ത കോളത്തിൽ നമ്മൾ ഈ പറയുന്ന എക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാസിൻ്റെ മിഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ 5, 15 അങ്ങനെ 75 വരെ വരും. ഓക്കെ, ആൻഡ് അടുത്ത കോളത്തിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് മൈനസ് മീഡിയൻ. അപ്പം മീഡിയൻ നമ്മൾ നേരത്തെ എക്സ് മൈനസ് എക്സ് ബാർ കണ്ട പോലെ തന്നെ ഇവിടെ എക്സ് മൈനസ് മീഡിയൻ കൊടുക്കുക. അപ്പം മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, സൈസ് ഓഫ് n/2th ഐറ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സൈസ് ഓഫ് n/2th ഐറ്റം ആണ്. അതായത് ഫ്രീക്വൻസിൻ്റെ ടോട്ടലാണ് ഇവിടെ n, ക്യാപിറ്റൽ ലെറ്റർ n വരുന്നത്. 80/2 ദാറ്റ് ഈസ് 40, 80/2 ദാറ്റ് ഈസ് 40th. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 40 വരുന്നത് എവിടെയാണ്, 18ൽ വരില്ല, 34ൽ വരില്ല, 49 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നേരെയുള്ള ക്ലാസ് 20 to 30 എന്ന് പറയുന്ന ഈ ക്ലാസ്സിലാണ്. ഈ ഒരു 20 to 30 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിനിടയിലാണ് നമ്മുടെ എക്സ് വരുന്നത്. അപ്പോൾ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് L പ്ലസ് n/2 മൈനസ് CF/F ഇൻറ്റു C എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്, ഈ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്. n/2 നമുക്ക് തന്നിട്ടുണ്ട്. n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ 80/2. ഓക്കെ, ദാറ്റ് ഈസ് 40 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മൈനസ് CF എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത് 20 to 30, 20 മുതൽ 30 വരെയുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ CF എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുന്നിലത്തെ ക്ലാസ്, അതായത് 10 to 20ൻ്റെ നേരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് 20 to 30ൻ്റെ നേരെ തൊട്ട് മുന്നിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് 34 വരും. അതുപോലെ തന്നെ ഫ്രീക്വൻസി ആണ് എഫ്, അതായത് 20 to 30 എന്ന് പറയുന്ന ക്ലാസിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി 15. അപ്പം അങ്ങനെ നമുക്ക് 15 കിട്ടും. ഇൻറ്റു C എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 24 എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെ 24 കിട്ടിയത്, ആദ്യം 20 എന്ന് എഴുതുക, പ്ലസ് 40 മൈനസ് 34/15 ഇൻറ്റു 10. അപ്പോൾ 40 മൈനസ് 34 ആദ്യം ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 15 കൊടുക്കുക. ഓക്കെ, ഇൻറ്റു 10 ചെയ്യുക. ഓക്കെ, അങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് ചെയ്യണം. അപ്പോൾ 40 മൈനസ് 34 എത്രയാണെന്ന് ചെയ്യുക, അതിന് ശേഷം
15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ കിട്ടിയ വാല്യൂവിനെ കൊണ്ട് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ 20 കൊണ്ട്, അതായത് ഇപ്പം ഈ ഒരു വാല്യൂ നമുക്ക് 40 - 34/15 ഇൻറ്റു 10 എന്ന് പറയുന്നത് ഇപ്പം 4 ആണെങ്കിൽ 4 പ്ലസ് 20 ലാസ്റ്റ് ആണ് 20 കൊണ്ട് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്: സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ ബൈ എൻ. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് ഈ വാല്യൂവിൻ്റെ, അതായത് ഈ എക്സ് മൈനസ് മീഡിയൻ അതിൻ്റെ കണ്ടു, അതിനുശേഷം മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ കണ്ടു, അതിനുശേഷം എഫ് അല്ലെങ്കിൽ ഫ്രീക്വൻസിനെ നമ്മൾ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കിട്ടി അല്ലേ. അപ്പോൾ ഈ ടോട്ടൽ കിട്ടിയതിനെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കിട്ടും. ആൻഡ് കോഫിഷ്യന്റ് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഡിവൈഡഡ് ബൈ മീഡിയൻ. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എത്രയാണ്? 14.77 ആണ്. ഡിവൈഡഡ് ബൈ മീഡിയൻ എന്ന് പറഞ്ഞാൽ 24 ആണ്. ആൻസർ 0.616 ആണ്. ഓക്കെ.